ഹലോ നമസ്കാരം. ഇന്നത്തെ പരിപാടി എന്താണെന്നറിയോ? ഇന്ന് ട്രാവൽ വ്ളോഗൊന്നും അല്ല കേട്ടോ. ഇന്ന് കുറച്ച് മത്തി കിട്ടി, നല്ല നെയ്യുള്ള മത്തി കിട്ടി. അപ്പോൾ അത് മാങ്ങയെല്ലാം ഇട്ട് കറി വെക്കാൻ പോവാണ്. ഇത് നിങ്ങൾ വീട്ടിൽ ഒരു പ്രാവശ്യമെങ്കിലും മസ്റ്റായിട്ട് ഉണ്ടാക്കി നോക്കണം കേട്ടോ. നല്ല രുചിയാണ്. കാരണം ഇതൊരു വെറൈറ്റി രീതിയിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത്. അത് നിങ്ങൾക്ക് വീഡിയോ മുഴുവൻ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ വീഡിയോയിലേക്ക് പോകട്ടോ. അപ്പോൾ ഇത് സ്റ്റൗവിൽ മൺചട്ടി വെച്ചു. അതിൽ ആദ്യം നമ്മൾ കുറച്ച് ഓയിൽ ഒഴിക്കുക. അതിനുശേഷം ചെറുതാക്കി അരിഞ്ഞ വെളുത്തുള്ളിയും പച്ചമുളകും ഇട്ട് കൊടുക്കുക. ഇവ രണ്ടും കുറച്ചൊന്ന് ഫ്രൈ ചെയ്തതിന് ശേഷം നമുക്ക് വലിയ ഉള്ളി ഇട്ട് കൊടുക്കാം. വലിയ ഉള്ളി ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി അടച്ചു വെക്കണം. പിന്നെ നമുക്ക് അതിൽ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്ത് ഒന്ന് ഫ്രൈ ആക്കിയതിന് ശേഷം തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇളക്കി ഒരു 5 മിനിറ്റെങ്കിലും നന്നായിട്ട് ഫ്രൈ ചെയ്യാൻ വെക്കണം കേട്ടോ. അങ്ങനെ ഇതേ നമ്മുടെ തക്കാളിയൊക്കെ വെന്ത് നല്ല സുന്ദര കുട്ടപ്പനായിട്ടുണ്ട്. ഇനി അതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ കാശ്മീരി മുളക് പൊടി രണ്ടും കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കിയിട്ട് വീണ്ടും ഒരു 5 മിനിറ്റ് വേവിക്കാൻ വെക്കണം. അപ്പോൾ കഥ ഇനിയാണ് കേട്ടോ ആരംഭിക്കാൻ പോകുന്നത്. ഇതിലോട്ട് നമ്മൾ കുറച്ച് വെള്ളം ചേർത്തിട്ട് മിക്സിയുടെ ജാറിലോട്ട് ഇട്ടതിന് ശേഷം നമ്മൾ ചിരകി വെച്ച തേങ്ങ ഉണ്ടല്ലോ, അതും കൂടി അതിൽ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ജ്യൂസാക്കി എടുക്കണം. ഇവന്മാർ രണ്ടും എന്ത് തേങ്ങയായി കാണിച്ചു കൂട്ടുന്നതെന്ന് നോക്കിയിട്ട് കിച്ചൻ്റെ കാവൽക്കാർ ഇതേ കണ്ണിൽ LED ബൾബെല്ലാം കത്തിച്ച് വെച്ചിട്ട് ഇരിക്കുന്നുണ്ട്. നിങ്ങൾ എന്ത് ജോലി ചെയ്യുകയാണെങ്കിലും ഇവിടെ മുമ്പിലുണ്ടാകും. അങ്ങനെ നമ്മുടെ തൻവീർക്ക് അതെല്ലാം നന്നായിട്ട് ജ്യൂസാക്കി എടുക്കുന്നുണ്ട്. ജ്യൂസാക്കി എടുത്തതിന് ശേഷം നമ്മളത് വീണ്ടും നമ്മുടെ ചട്ടിയിലോട്ട് ഒഴിച്ച് അടുപ്പത്ത് വെക്കണം. അതിനുശേഷം നമ്മൾ മുറിച്ച് വെച്ച പച്ചമാങ്ങയും കൂടി ചേർത്ത് നന്നായിട്ട് തിളപ്പിക്കുക. നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മത്തി ഇട്ട് കൊടുക്കുക. ഇതിനിടയ്ക്ക് ഞങ്ങളുടെ കുറച്ച് കൂട്ടുകാർ ഇവിടെ ഭക്ഷണം കഴിക്കുന്നുണ്ട്. ചുമ്മാ അവരെയും നമ്മൾ ക്യാമറക്കുള്ളിലാക്കി. ഇങ്ങനെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഒരു വൈബ് വേറെ തന്നെയാണ്. ഞങ്ങൾ പ്രവാസികൾ അധികവും ഇങ്ങനെ തന്നെയാണ്, ഒരുമിച്ചിരുന്നാണ് ഭക്ഷണം കഴിക്കാറ്. അങ്ങനെ കറി ഏകദേശം റെഡി ആയിട്ടുണ്ട്. നല്ല വെട്ടി തിളക്കുന്ന കറിയിലോട്ട് ഇനി നമ്മൾ പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം. അധികം വേണ്ട, കുറച്ച് മതി. പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചതിന് ശേഷം പിന്നെ നമ്മൾ അതിലോട്ട് മല്ലിയില ഇട്ട് കൊടുക്കുക. അതിനുശേഷം ജസ്റ്റ് ഒരു 2 മിനിറ്റ് കൂടെ അടച്ചു വെക്കുക. ഇങ്ങനെ ഇതാ മത്തിക്കറി റെഡി ആയിട്ടുണ്ട്. നമ്മളിതിൻ്റെ മൂടി അങ്ങ് തുറക്കുമ്പോൾ ഒരു മണം വരും. എൻ്റെ സാറേ, കൂടെ ഞങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്ന നല്ല ഗോതമ്പിൻ്റെ പുട്ടാണ്. അങ്ങനെ ഇതേ ഞങ്ങൾ കഴിക്കാൻ തുടങ്ങുവാണ്. മത്തിയെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ കൂടെ ഇട്ട മാങ്ങ ഒരു രക്ഷയിലിട്ടോ. കറിയായിട്ട് ഈ മാങ്ങ തന്നെയാണ് കറിയെ വേറെ ലെവലിലേക്ക് എത്തിച്ചെന്ന് വേണമെങ്കിൽ പറയാം. അത്രയും രുചിയുണ്ട്. നിങ്ങളത് വീട്ടിൽ ഒരിക്കലെങ്കിലും നിങ്ങളത് ഉണ്ടാക്കി നോക്കണം. നമ്മൾ പച്ചക്കറിയൊക്കെ ജ്യൂസ് ആക്കിയതിൻ്റെ മെയിൻ കാരണം ചില ആളുകൾക്ക് തക്കാളി പറ്റില്ല, ഉള്ളി പറ്റില്ല. അപ്പോൾ ഇങ്ങനെ ജ്യൂസ് ആക്കുമ്പോൾ അതൊന്നും പുറത്ത് പോകത്തില്ല, എല്ലാം നമ്മുടെ വയറ്റിലോട്ട് തന്നെ പോകും. അതാണ് നമുക്ക് ഹെൽത്തിനും നല്ലത്. അങ്ങനെ നമ്മൾ ആശാൻ്റെ ഇരുന്ന് അടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.